ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ക്രീമി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുള്ള ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിനി ഫസ്റ്റ് തന്നെ ഒരു ബൗളിനകത്ത് ഗീ റബ് ചെയ്യാം. പിന്നെ നമുക്കിനി ഒരു 1/3 കപ്പ് കോൺഫ്ലവറോ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ചോ ഒരു ബൗളിലേക്ക് ഇടുക. 1/3 കപ്പ് എന്നുള്ള മെഷർമെൻറ്റ് ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇടുക. ഒരു 1/3 കപ്പ് പഞ്ചസാര ഇടുക. ഇനി നമുക്ക് എല്ലാം ആ ഒരു ഡ്രൈ പൗഡേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് വിസ്ക് ചെയ്ത് എല്ലാം ഒരേ ഈ ഒരു കളറാവുന്നവരെ വിസ്ക് ചെയ്യാം. ഇനി നമുക്ക് 2 കപ്പ് പാൽ അതിനകത്തേക്ക് മൊത്തം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് തണുത്ത പാൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ പാൽ ഉപയോഗിക്കുക, ചൂട് പാൽ ഉപയോഗിക്കരുത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് വിസ്ക് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് വിസ്ക് ചെയ്യണം, അല്ലെങ്കിൽ താഴെ ക്ലംപ്സ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു സ്റ്റൗവിൽ ലോ ടു മീഡിയം ഹീറ്റിൽ ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ക്രീമി ആയി വരും, ബബിൾസൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അത് സ്റ്റൗവിൽ നിന്ന് ഇമീഡിയറ്റ്ലി എടുത്ത് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ കറക്റ്റായിട്ട് എടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഞാനിപ്പോൾ ഇച്ചിരി ലേറ്റായി, സോ അത് പതിയെ സെറ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു നിങ്ങളെ ഒരു മോൾഡോ ഉണ്ടെങ്കിൽ ആ മോൾഡിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു കപ്പിലേക്കോ ഇട്ട് ആ ഒരു ഗീ ചെയ്ത് വെച്ച അല്ലെങ്കിൽ ആ ഒരു ഓയിൽ ചെയ്ത് വെച്ച ബൗളിലേക്ക് ഇട്ട് കൂൾ ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഫ്രീസറിലേക്ക് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ കുറച്ച് അപ്പോഴും സെറ്റായിട്ടില്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് വയ്ക്കുക. അത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നന്നായിട്ട് സ്മൂത്തായി. ഞാൻ ഇച്ചിരി നേരത്തെ എടുത്തുകൊണ്ട് തന്നെ ഇച്ചിരി മുകളിൽ ക്രാക്സ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ബൗൾ കുറച്ചും കൂടെ നന്നായിട്ട് ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും. ഞാൻ ഇച്ചിരി 2 സ്ട്രോബെറീസ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ക്രീമിയാണ്. ഞാൻ അത്രയും നേരം ഒരു 1 അവർ ഓർ ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് സമയം ആ ഒരു ഹാഫ് ആൻ അവർ ഓർ 45 മിനിറ്റ്സ് സമയം. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ ബൈ.